രാഷ്ട്രീയ കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ച ഇപ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. വളർച്ചയെ തടയിടാം എന്നുള്ള ഒരു സാഹചര്യം ഇനിയില്ല. ഇനിയിപ്പോൾ വളരുന്നതിൽ നിന്നും കുറച്ചുകൂടി താഴേക്ക് അല്ലെങ്കിൽ LDFന്റെയും UDFന്റെയും വളർച്ച ഉയർത്തിക്കൊണ്ട് ബി.ജെ.പിയെ തഴയാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിൽ നമുക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പിയുടെ ഈ ഒരു വളർച്ച കേരള രാഷ്ട്രീയത്തിൽ തന്നെ സംസാര വിഷയമാകുമ്പോൾ ഇനി വരും നാളുകളിൽ LDFനെയോ UDFനെയോ ഏതെങ്കിലും ഒരു മുന്നണിയെങ്കിലും തകർത്തുകൊണ്ട് പൂർണ്ണമായും ഇല്ലാതെയാക്കിക്കൊണ്ട് ഇരു മുന്നണികളിൽ BJP UDF അല്ലെങ്കിൽ BJP LDF എന്ന് മാത്രമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോകുമോ? നോക്കൂ, കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം എന്നത് BJPയുടെയും അല്ലെങ്കിൽ NDA സഖ്യത്തിന്റെയും മുൻപിൽ ഒരു വലിയ മതിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. അതായത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഉണ്ടാക്കിയെടുത്തൊരു ജനവികാരമുണ്ട്. ആ ഒരു കേഡൽ സംവിധാനവും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചൊരു രണ്ട് സർക്കാരുകൾ, മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകൾ, അവർ ഈ കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യവും എല്ലാം ഉയർത്തിക്കൊണ്ട് വന്നവരാണ്. അവരെ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു സത്യം നമ്മുടെ മുൻപിലുണ്ട്. അല്ല, മാറി മാറി വന്ന സർക്കാരുകൾ ഈ രണ്ട് സർക്കാരും വേണ്ട, ഇവരെ തന്നെ മാറി മാറി മുടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭരിച്ചു മുടിക്കുന്നു എന്നാണ് ചില ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില ആളുകളുടെയെങ്കിലും മനസ്സിലുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്നും മറ്റൊരു മാറ്റം, മൂന്നാമതൊരു ഓപ്ഷനായി BJP മാറുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും, ഒരു ചുരുങ്ങിയ വിഭാഗം ജനങ്ങളെങ്കിലും ഈ പറയുന്ന രീതിയിൽ ചിന്തിച്ചേക്കാം. പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭരണ മാറ്റങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറി മാറി ഭരിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ്. അവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അന്നേ ചിന്തിക്കാം, അന്നേ അവർക്ക് BJPയെ കൈപിടിച്ച് കയറ്റാം. പക്ഷെ അവരത് ചെയ്തില്ല. പക്ഷെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണവിരുദ്ധ വികാരം ചെറുതായൊന്ന് BJPയിലേക്ക് പ്രതിഫലിച്ചു എന്നുള്ളത് മാത്രമാണ് സത്യം. അതെ, പക്ഷേ ഇടതിൻ്റെതായിട്ടുള്ള പല കോട്ടകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന UDFന്റേതായിട്ടുള്ള പലയിടങ്ങളിലും അവരുടേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന പലയിടങ്ങളിലും പക്ഷെ ഇന്ന് BJP വേരുറപ്പിക്കുന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സ്വയം സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് BJPയുടെ വളർച്ചയ്ക്ക് മറ്റു മുന്നണികൾ സഹായിക്കുന്നത് തന്നെയാണോ, അതോ ഇത്രയും വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം BJPക്ക് നേടാൻ സാധിച്ചതാണോ? BJPക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വർഗീയ ശക്തികൾക്ക് കേരളത്തിലെ ചെറിയ നഗരങ്ങളിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ അവർക്ക് ചെറുതായിട്ടൊരു ലീഡ് നില അല്ലെങ്കിൽ വോട്ട് ശതമാനം കൂട്ടാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ UDFനെയോ ഒരു തരത്തിലും അത് ബാധിക്കില്ല എന്നുള്ളൊരു സത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹിക നീതി, അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ നാട്ടിലെ ജനങ്ങൾ, കേരളത്തിൽ BJPക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ അവരുടെ വികസനത്തിലോ അല്ലെങ്കിൽ അവരുടെ ക്ഷേമാനുകൂല്യങ്ങളിലോ BJPക്ക് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. അത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തതാണ്. അതവരൊരിക്കലും മറന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷൻ എന്ന് BJPയുടെ കയ്യിൽ ഭദ്രമായിരിക്കുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള LDFന്റെ കോട്ടയായി അല്ലെങ്കിൽ LDF കൊണ്ട് നടന്നിരുന്ന ഒരു തലസ്ഥാന നഗരം പോലെയുള്ള ഒരിടം ഇന്നിപ്പോൾ BJPയുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കി അത് ഈ ഒരു വർഗീയ ശക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ BJPയെ അവർ കൈപിടിച്ച് കയറ്റി എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു നഗരങ്ങളിലോ ഓരോ നഗരങ്ങളിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ മറ്റ് ഗ്രാമത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ എവിടെയെങ്കിലുമൊക്കെ BJP ജയിച്ചു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നാട്ടിലെ BJP അല്ലെങ്കിൽ ഈ നാട്ടിലെ UDFനെയോ LDFനെയോ അവർ തകർന്നു പോകുമെന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് വരാൻ സാധിക്കില്ല. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപ് നമുക്കറിയാം BJPക്ക് ഉണ്ടായിരുന്ന 20% വോട്ട് ഷെയർ എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 16% കുറഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നാൽ പോലും പല നോക്കിക്കാണുന്ന അല്ലെങ്കിൽ കേരളം അത്രത്തോളം ക്രൂഷ്യലായി നോക്കിയിരിക്കുന്ന പലയിടങ്ങളും ഇന്ന് BJPയുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അതിനപ്പുറം കണ്ണൂർ പോലെയുള്ള പലയിടങ്ങളിലും BJPയുടെ ഒരു സംഘടനാ ശക്തി വളരെ വലുത് തന്നെയാണ്, അല്ലെങ്കിൽ ശാഖകൾ വളരെ വലുതാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ശക്തി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2036 കേരളം BJP പിടിക്കും എന്നുള്ളതിന് അവർ ഉറപ്പിച്ചു പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന രീതിയിലല്ലേ ഇന്നത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. കാരണം BJPയുടെ ആ ഒരു ദേശീയ തരംഗം, നരേന്ദ്രമോദിയുടെയൊക്കെ ആ ഒരു ഇത് കേരളത്തിൽ പലവട്ടവും പ്രതിഫലിച്ചിട്ടുണ്ട്. BJPയുടെ ആ ഒരു ദേശീയ തരംഗം പലവട്ടവും പ്രതിഫലിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നീ കാണുന്ന പോലെയുള്ള ആ ഒരു വിജയം അത് തീർച്ചയായിട്ടും കേരളം ഭരിക്കുന്ന ഒരു ലെവലിലേക്കൊന്നും എത്തില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും.
അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഉറപ്പാണ്. പക്ഷേ പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല പൊതുജനങ്ങളും, എന്തിനധികം പറയുന്ന LDF-ലെയും UDF-ലും ഉണ്ടായിരുന്ന വർഷങ്ങളായിട്ട് ഈ പറയുന്ന മുന്നണികളിൽ നിലനിന്നിരുന്ന പലരും ഇന്ന് BJP-യുടെ ഭാഗമായി മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. തലമുറകളായി ഒരു പാർട്ടിയിൽ തന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് വന്നിരുന്ന പല ആളുകളുടെയും മക്കൾ BJP-യിലേക്ക് ചേക്കേറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ നമുക്കറിയാം, വർഗീയത മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയത മുന്നിൽ വെച്ചുകൊണ്ടുള്ള BJP-യുടെ ഈ ഒരു വളർച്ച പക്ഷെ പലരും അംഗീകരിക്കുന്നു. പല നേതാക്കന്മാരും അതിനെ അംഗീകരിച്ചുകൊണ്ട് BJP-യിലേക്ക് ചേക്കേറുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. കാരണം വരുന്ന നാളുകളിൽ BJP ഭരണത്തിലേക്ക് വരില്ല എന്ന് പൂർണ്ണമായി എങ്ങനെയാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത്? BJP-യുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെയോ ഏതെങ്കിലും വക്താക്കൾ BJP-യിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ വിജയം അല്ലെങ്കിൽ BJP ഒരു മിന്നും വിജയം 2036 കാഴ്ചവെക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട BJP-യുടെ ഏറ്റവും വലിയ ശബ്ദമായിരുന്ന BJP വക്താവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വന്നു. അതൊന്നും നമ്മൾ ഈ BJP തകർന്നു പോകാൻ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ BJP-യിൽ നിന്നതുകൊണ്ട് BJP-യിൽ നിന്നൊരാള് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ കോൺഗ്രസിന് അത് ഗുണം ചെയ്യും. അതായത് കോൺഗ്രസിന് അത്രയും നല്ലൊരു സംഘടനാ ശേഷിയുള്ള അല്ലെങ്കിൽ അത്രയും നല്ലൊരു വ്യക്തി കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ കോൺഗ്രസിന് അത് ഗുണം ചെയ്യുന്നു മാത്രമേ നമ്മൾ പറയൂ. അല്ലെങ്കിൽ BJP സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് കടന്നു വന്നതുകൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് ആരെങ്കിലും ഒരാൾ പാർട്ടിയിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ വേറൊരാൾ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളത് കാണുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസിൽ നിന്നും ഓരോ വ്യക്തികൾ പോകുമ്പോഴും കോൺഗ്രസിന്റെ ശക്തി ഇവിടെ ചോർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മളിപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ പലരും ചിന്തിച്ചു വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ BJP പോലെ ഒരു സംഘടന അല്ലെങ്കിൽ BJP പോലെ ഒരു പാർട്ടി നമ്മുടെ കേരളത്തിൽ വളരുന്നു അല്ലെങ്കിൽ കേരളത്തിൽ വേരുറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ പോലും വർഗീയതയെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായി ക്രിസ്മസ് ആഘോഷിക്കുന്ന കേരളത്തിലെ പല ഇടങ്ങളിലും ഇത്തരത്തിൽ BJP-യുടെ സംഘർഷങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ BJP സ്വന്തം നില ഉറപ്പിക്കുന്നതിന് വേണ്ടി അക്രമം പോലും കൂട്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്ന സാധാരണ ജനങ്ങളെ തടയിട്ട് വെക്കാൻ സാധിക്കില്ലല്ലോ. കാരണം അവർ ചിന്തിക്കുമ്പോൾ വികസനം കേന്ദ്രത്തിൽ ഭരിക്കുന്നത് BJP-ആണ്. സ്വാഭാവികമായും കേരളത്തിനെയും മറ്റു സംസ്ഥാനങ്ങളിലും വരുന്ന വികസനത്തിന് കാരണം BJP ആണ്. അല്ലെങ്കിൽ പല പദ്ധതികളുടെയും പേര് മാറ്റി BJP-യുടെ പേരിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പൊതുജനങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ BJP ഒരു നല്ലൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ LDF-നെയും UDF-ഉം ഭരിച്ച് മുടിപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ BJP-യെ കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയല്ലേ? എവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇടതുപക്ഷവും ഐക്യജനാധിപത്യവും കേരളത്തെ മുടിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എവിടെയാണ്? കേരളത്തിൽ ഇന്ന് ഈ കാണുന്ന നിലയിൽ കേരളത്തിനെ എത്തിച്ചത് നമുക്കറിയാം. രാജ്യത്തെ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തെ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എല്ലാ രീതിയിലേക്കും എത്തിച്ചത് കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. നമുക്കതറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയിരുന്നിട്ട് ഇന്ന് ഓരോ സ്കീമുകളുടെയും ഓരോ പദ്ധതികളുടെയും പേര് മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവരുടെ വികസനം. പക്ഷെ ആ പദ്ധതികളെല്ലാം തന്നെയും ജനങ്ങളുടെ മനസ്സിൽ ഇന്നിപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് BJP അല്ലെങ്കിൽ മോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി എന്നുള്ള രീതിയിലാണ് PR ചെയ്തിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഓരോ പദ്ധതി കൊണ്ടുവരുമ്പോഴും അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതൊരു സംസാര വിഷയമാക്കുക എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് കൊണ്ടുവന്ന പല പദ്ധതികളും കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതിന് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ. പക്ഷേ BJP പേരുമാറ്റലിലൂടെ അത് അവരുടെ പദ്ധതിയാക്കി മാറ്റാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ? നോക്കൂ, ഈ പറയുന്നത് പോലെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം വ്യത്യസ്തമാണ്, മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ അല്ല. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ്. ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്നവർ പോലും ഈ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളവരാണ്. അവർ ഈ പറയുന്ന പോലെ അവരൊരു പദ്ധതിയുടെ പേര് മാറ്റിയിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും വികസനം ചെയ്യുന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയിൽ അവർ പോയി വോട്ട് ചെയ്യില്ല. അതാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം.